ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അതിന് ഞാൻ കുറച്ച് ഇതിൻ്റെ പേരെന്തുവരുന്ന സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ പ്രധാനമായിട്ടും വേണ്ടത് പിങ്ക് കളറും പച്ച കളറുമായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സാണ്. ഇനി സ്റ്റിക്കി നോട്ട് ഇല്ലയോ, ഒരു വൈറ്റ് പേപ്പറിൽ അങ്ങോട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. എനിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിത് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ട് അത് ചെറുതായിട്ട് മടക്കി അതിങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണ്. ഉരുട്ടി കൊണ്ടുവന്ന് ലാസ്റ്റ് അതിൻ്റെ വാലായിട്ടുള്ള പോർഷൻ നമ്മൾ പിരിച്ച് കൊടുക്കും. അപ്പോൾ അവിടെ പശയൊന്നും വേണ്ടാതെ അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതായതിനാൽ വർക്കൗട്ട് ആകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പൂത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പച്ച കളറ് സ്റ്റിക്കി നോട്ട് എടുത്തു, അതും അതുപോലെ കട്ട് ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇത്രയും ഡിവിഷൻ്റെ ആവശ്യമില്ല, ഒരു 4 മതി. എനിക്കിത് അബദ്ധമായിപ്പോയി. പിന്നെ എന്നാലും ഇത് തന്നെ ഞാൻ യൂസ് ചെയ്തു. ഇത് എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ കോണാക്കി നമ്മൾ മടക്കി കൊടുക്കും. അവിടെ ഒരു ഇച്ചിരി പശ ഒട്ടിച്ചു കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ആദ്യം ചെയ്തതിൻ്റെ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ശരിക്കും 4 പാർട്ടീഷനാക്കി അങ്ങ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണമെന്നാണ് ഞാൻ കാണിച്ച മുദ്ര കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. എന്നിട്ട് പശ തേച്ചിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങോട്ട് ആ ട്രയാങ്കിളൊക്കെ നേരെയായിപ്പോയി. എന്നിട്ടത് അതും പിരിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടോ, നമുക്കിവിടെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം പൂക്കൾ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഒരു ബൊക്കെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ ബൊക്കെ ആക്കാൻ എനിക്കത് ട്രയാങ്കിളൊന്നും മടക്കിയാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഐവറി ചാർട്ട് എടുത്ത് ആ പൂവിൻ്റെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൂവെല്ലാം കൂടെ അതിൽ വെക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കണം. അല്ലാതെ വലിയ ബാസ്ക്കറ്റിൽ വെക്കാൻ എത്രയും പൂവ് ഉണ്ടാക്കാൻ മടിയുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എന്നിട്ട് അതിന് ബേസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കറക്റ്റ് അളവൊക്കെ വരച്ചെടുത്തിട്ട് ഒരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ബേസ് കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് ഞാൻ അകവും കട്ട് ചെയ്യാൻ തുടങ്ങി. കട്ട് ചെയ്ത് പാതിയപ്പോഴാണ് ഞാൻ ഓർത്തത് അത് അങ്ങനെയല്ലല്ലോ ഇത് ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും നമുക്കൊരു തടസ്സമല്ല. പിന്നെ ഞാൻ ബ്രൗൺ അടിക്കാമെന്ന് ഓർത്ത് തുറന്നു നോക്കിയപ്പോൾ ബ്രൗണിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ചുമ്മാ നമ്മൾ ആ ബാസ്ക്കറ്റിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കണമല്ലോ. കുറച്ച് പേരുന്നാളൊക്കെ ഇത് കളർഫുൾ ആയിക്കോട്ടെ. ഒരു ഭംഗിയൊക്കെ വരാൻ ഞാൻ കോർണറിൽ ഇതുപോലെ സൈഡിൽ ഇതുപോലെ കട്ടൊക്കെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫോർ യു എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ക്യൂട്ട് ഗിഫ്റ്റാണല്ലോ, ആർക്ക് കൊടുക്കുന്ന അവർക്ക്. അങ്ങനെ അതെടുത്ത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ പൂക്കളെല്ലാം കൂടെ നമ്മുടെ ബാസ്ക്കറ്റിൽ വെക്കാൻ പോവാണ്. ഇത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കറക്റ്റ് സൈസിന് തന്നെ കട്ട് ചെയ്തെടുത്തത്. അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുത്തോളിയും പെട്ടെന്ന്. ഓക്കെ, ബൈ.